ഹലോ ഡിയേഴ്സ്, ഇന്ന് കൊച്ചുകുട്ടികളും മുതിർന്നവരും ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന കൊത്തു പൊറോട്ടയാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ മുട്ട കൊത്തു പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ മസാലയിൽ മുട്ടയ്ക്ക് പകരം ചിക്കനോ ബീഫോ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്താണെന്ന് പെട്ടെന്നൊന്ന് നമുക്ക് നോക്കാം. പൊടിയായി അരിഞ്ഞ സവാള വേണം, പിന്നെ കൊത്തി അരിഞ്ഞ തക്കാളി വേണം, പൊടിയായി ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം, പിന്നെ ഒരു പച്ചമുളക് വളരെ നൈസായിട്ട് കട്ട് ചെയ്തത് വേണം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കൊത്തു പൊറോട്ട വേണം. അത് ഞാനിവിടെ ചെറുതായി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. തീരെ അങ്ങോട്ട് കൊത്തി അരിഞ്ഞില്ല, ഞാനിതുപോലെ കീറിയാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് സ്പ്രിംഗ് അണിയൻ വേണം. അതിൻ്റെ ഈ വേരുള്ള ഭാഗം കളഞ്ഞിട്ട് ഈ വെളുത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് സവാള വഴറ്റുന്ന കൂട്ടത്തിൽ ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി വേണം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള മുട്ടയും കൂടി വേണം. ഞാൻ ഒരു പാത്രത്തിൽ 2 മുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിയായി കൊത്തിയരിഞ്ഞ കുറച്ച് മല്ലിയില ചേർക്കാം, പകരം പുതിന ഇലയും ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം ചേർക്കുമ്പോൾ ഈ മുട്ടയുടെ ചീത്ത മണം മാറിക്കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ചേർക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് ഒന്ന് സ്ക്രാമ്പിൾ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് മീഡിയം ഹീറ്റ് ഉപയോഗിക്കണം. മുട്ട നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ മീഡിയം ഹീറ്റിൽ ഇളക്കി കൊടുത്ത് ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നമുക്കിത് 2 തരത്തിലുണ്ടാക്കിയെടുക്കാം. ഒന്നെങ്കിൽ നമ്മൾ മസാല റെഡിയാക്കി കഴിയുമ്പോഴേക്കും ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആ മസാലയിലിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇതുപോലെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്തിട്ടാണ് മസാലയിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ചേർക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളക് എരിവിനുള്ളത് മാത്രം ഒരു ചെറുതാണ് ചേർത്തിരിക്കുന്നത്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ കൊത്തിയരിഞ്ഞ തക്കാളി ചേർക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം. കൂടുതൽ സ്പൈസി ആയിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടിയേക്കും പച്ചമുളകൊക്കെ ചേർക്കാം. ഇനി നമ്മൾ ഒരു വലിയ സവാളയാണ് കൊത്തിയരിഞ്ഞ് വെച്ചിരുന്നത്, അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുട്ടികൾക്ക് പോലും ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ പറ്റും. അത്രയും സ്പൈസി ഒന്നും അല്ലാതെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോസൊക്കെ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് ഭാഗം ചെറുതായി കട്ട് ചെയ്തത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. സോസിനൊക്കെ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കൊത്തു പൊറോട്ട ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. 2 പൊറോട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ, അതുകൊണ്ട് 2 മുട്ടയാണ് ഞാനിതിലേക്ക് ചേർത്തത്. 3 പൊറോട്ടയാണ് എടുത്തതെങ്കിൽ 3 മുട്ട ചേർക്കുന്നതായിരിക്കും നല്ലത്. പൊറോട്ടയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയും ഇതുപോലെ കൊത്തിയെടുത്തിട്ട് നമുക്ക് ഈ മസാലയിൽ ഇട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ്. അപ്പോൾ സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട വേറെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ
മസാലയിൽ കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ മസാല റെഡിയാക്കുമ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചുണ്ടാക്കിയാൽ ഇതുപോലെ ആയിക്കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് അണിയൻ ചെറുതായി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി അവസാനമായിട്ട് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. അത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യാം. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി കുറച്ചുകൂടി കൂടുതൽ ചേർത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എഗ്ഗ് കൊത്തു പൊറോട്ടയാണ്. വളരെ നല്ല ടേസ്റ്റാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ വളരെ നല്ലൊരു ഐറ്റമാണ്. വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇതിൽ 5 ബോക്സിൽ വെച്ചുകൊണ്ട് പോകാനും ഒക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.